വെൽക്കം ബാക്ക് ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഞാൻ പ്രിയൻ വീണ്ടും നിങ്ങളോടൊപ്പം ഒന്നിക്കുകയാണ്. ലെനയുടെയും അഭിലാഷിന്റെയും പ്രണയകഥ പറഞ്ഞു തുടങ്ങുകയായിരുന്നു നമ്മൾ. എങ്ങനെയെങ്കിലും ലെനയോടൊന്നും മിണ്ടണം. അതിനുവേണ്ടി അഭിലാഷ് ഒരു സൂത്രം പ്രയോഗിച്ചു. അഭിലാഷ് ചോദിച്ചത് ലെനയ്ക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടോ എന്നായിരുന്നു. ലെന സ്വാഭാവികമായും പറഞ്ഞു എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഇല്ല എന്ന്. അഭിലാഷ് അതിന് മറുപടി പറഞ്ഞത്, അല്ല, സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റാമ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എക്സ്ചേഞ്ച് ചെയ്യാമായിരുന്നു എന്ന് കരുതിയാണ് ചോദിച്ചത് എന്ന്. അങ്ങനെ തുടങ്ങിയ ഒരു പരിചയമായിരുന്നു അവരുടേത്. എന്തായാലും ഈ അഭിലാഷ് ഒരു വർഷത്തോളം തന്റെ ഇഷ്ടം ലെനയിൽ നിന്നും മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. ആ ഒരു വർഷക്കാലം അഭിലാഷ് എത്രത്തോളം ടെൻഷൻ അടിച്ചു കാണും. അന്ന് പക്ഷേ ഇന്നത്തെ പോലെ ഹംസമാവാൻ മൊബൈൽ ഫോണുകളില്ലല്ലോ. പക്ഷെ അന്നുണ്ടായിരുന്നത് ടെലിഫോണാണ്. ടെലിഫോൺ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഫോണുകൾ. പക്ഷെ ലാൻഡ് ഫോണുകളിലൂടെ പ്രണയം പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഒന്ന് ഡയൽ ചെയ്താൽ ആരാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് അറിയില്ല. ഇനി അമ്മയോ അച്ഛനോ മറ്റോ എടുത്താൽ എന്ത് പറയും? ടെൻഷൻ തന്നെ അല്ലെ? ഇത്തരം ടെൻഷനുകൾ അനുഭവിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം, ഈ ലാൻഡ് ഫോണിലൂടെ പ്രണയിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് മൊബൈൽ ഫോണുകളിലൂടെ പ്രണയിക്കുന്നത് എന്ന്. എന്തായാലും കേട്ടുകൊണ്ടിരിക്കൂ ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇനി നിങ്ങൾക്കായി ഒരു സർപ്രൈസ് വരുന്നുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടി കേട്ടുകൊണ്ടിരിക്കൂ ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെ. വീണ്ടും ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക് ഞാൻ പ്രിയൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സോ ഞാനൊരു സർപ്രൈസ് ഉണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്, ആ സർപ്രൈസ് എന്താന്നുള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന കഥയിലെ നായിക ലെന നമ്മളോടൊപ്പം എത്തുകയാണ്. സോ ലെന, ടെൽ മീ, അന്ന് രാത്രിയിൽ ടെലിഫോണിലൂടെ പ്രണയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, മൊബൈൽ ഫോണില്ല. അച്ഛനും അമ്മയും അപ്പുറത്തെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നു, ഞാൻ എന്റെ അനിയത്തിയും ഇപ്പുറത്തെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്നു. ഇടയിലാണ് ലാൻഡ് ഫോൺ. ഈ ലാൻഡ് ഫോണിനെ നമ്മൾ അവിടുന്ന് എടുത്ത് വലിച്ചു കൊണ്ടുപോയി അതിന്റെ കേബിളൊക്കെ വലിച്ചു കൊണ്ടുപോയി നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി ഡോറൊക്കെ അടച്ചിട്ട് അതിന്റെ ഉള്ളില് ഹലോ എല്ലാവരും ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നത്. എല്ലാവരും ഉറങ്ങിയത് ബാക്കി എന്തൊക്കെയാ പറഞ്ഞത്? ബാക്കിയൊക്കെ പറഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് എന്നെ തല്ലും. ഈ ഹസ്ബൻഡിനോട് തന്നെയാണ് അത് സംസാരിച്ചോണ്ടിരുന്നത്. അത് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഈ അനിയത്തി ഇതൊന്നും കേൾക്കില്ലായിരുന്നു? അവള് പക്ഷെ ആ സമയത്തൊക്കെ ഉറങ്ങുന്ന പോലെ അഭിനയിക്കാറുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും ഈ ലാൻഡ് ഫോണിലുള്ള പ്രണയം വലിയ പ്രശ്നം തന്നെയാന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? കാത്തിരിക്കുക, അടുത്ത ഗാനം എത്തുകയാണ് ഇപ്പോൾ ക്ലബ് FM ലവ് ബൈറ്റ്സിലൂടെ. സ്റ്റേ ട്യൂൺഡ്. സ്വാഗതം ഒരിക്കൽ കൂടി ക്ലബ് FM ലവ് ബൈറ്റ്സിൽ. ഞാൻ പ്രിയനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനെ അഭിലാഷിന്റെയും ലെനയുടെയും ഒരു പ്രണയകഥ നമ്മൾ കേട്ടു. അവർ ഫോണിലൂടെ തന്നെയാണ് പ്രണയിച്ചത്. പക്ഷെ അന്ന് അവരുടെ ഇടയിൽ ഒരു വലിയ വില്ലൻ ഉണ്ടായിരുന്നു. വില്ലൻ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഒരു വില്ലത്തി എന്ന് പറയേണ്ടി വരും. അത് മറ്റാരുമായിരുന്നില്ല, ലെനയുടെ അമ്മ ടീനയായിരുന്നു. ഇവര് ഫോൺ ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ ലെനയുടെ അമ്മ ഇത് കയ്യോടെ പിടിച്ചു. എന്നിട്ട് അഭിലാഷിനോട് പറഞ്ഞു, ഇനി മേലാൽ ഫോൺ ചെയ്യരുത് എന്ന്. ഇത്തരത്തിലുള്ള താക്കീതുകൾ ഇവരുടെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതിലൊടുവിലുണ്ടായത് അഭിലാഷ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവരുടെ ഫൈനൽ ഡേ ഫംഗ്ഷൻ അന്ന് ലെനയുടെ കയ്യിൽ ഒരു മോതിരം ഇട്ടു കൊടുത്തു. കയ്യോടെ പിടിച്ചു. എന്നിട്ട് ഈ മോതിരം തിരിച്ചു വാങ്ങാൻ ആവശ്യപ്പെട്ടു. ശരിക്കും ഇവരുടെ പ്രണയം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഉലച്ചിലുകളിൽ പെട്ടുവെങ്കിലും ഇതെങ്ങനെ കാറ്റിലാടിപ്പോകുന്ന ഒരു കപ്പല് പോലെ മുന്നോട്ട് പോവുകയായിരുന്നു. ഒടുവിൽ 2004 അവർ രണ്ടുപേരും ഒരുമിച്ചു. അതായത് ആ ആടി ഉലഞ്ഞ കപ്പല് പതുക്കെ തീരമണഞ്ഞു എന്ന്. സോ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു റിലേഷനിൽ, ഒരു സ്നേഹബന്ധത്തിൽ ഏറ്റവും കൂടുതലായി വേണ്ടുന്നത് എന്താണ് എന്നാണ്. ഓപ്ഷൻ A ഫ്രീഡം, സ്വാതന്ത്ര്യം. ഓപ്ഷൻ B ലവ്, സ്നേഹം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ രേഖപ്പെടുത്തുക. സ്റ്റേ ട്യൂൺഡ്. അടുത്ത ഗാനം എത്തുന്നു ഇപ്പോൾ. ഒരു സ്നേഹബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? സ്വാതന്ത്ര്യമാണോ അതോ പ്രണയമാണോ? ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ക്ലബ് FM ലവ് ബൈറ്റ്സിൽ. ഞാൻ പ്രിയനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനെ സമയം ഏകദേശം അവസാനിക്കാറായിരിക്കുകയാണ്. ഇന്ന് ലവ് ബൈറ്റ്സിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന കമന്റുകളിൽ കൂടുതലും സ്നേഹവും സ്വാതന്ത്ര്യവും ഒരുപോലെ വേണം എന്ന് തന്നെയാണ്. ഒരു റിലേഷന് ഏറ്റവും ആവശ്യമായത് സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് എന്ന് തന്നെയാണ് അഭിപ്രായങ്ങൾ കൂടുതലും വന്നിരിക്കുന്നത്. ചില ആളുകൾ സ്വാതന്ത്ര്യം മാത്രമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ സ്നേഹത്തെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും കൂടുതലും ആളുകൾ പറഞ്ഞിരിക്കുന്നത് രണ്ടും ഒരു പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിൽ ആവശ്യമാണ് എന്ന് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഒരു പ്രണയം എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരേ അളവിൽ ഉണ്ടാവുക എന്നത് തന്നെയാണ് ആവശ്യം എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്.
ഈ സ്വാതന്ത്ര്യത്തിലെ ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. പണ്ടുണ്ടായിരുന്നത് പോലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെയില്ല. ലാൻഡ് ലൈനിലൂടെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് പോലും ഇന്നത്തെ പ്രണയത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പ്രശ്നങ്ങളൊക്കെ മാറുമ്പോഴും റിലേഷൻ കുറെ കൂടി ഹെൽത്തി ആവണമെങ്കിൽ അവിടെ പ്രണയം വളരെ ആവശ്യമാണ്, അല്ലെ? അങ്ങനെ നോക്കുമ്പോൾ പ്രണയവും സ്വാതന്ത്ര്യവും ഇന്നത്തെ റിലേഷന് വളരെ ആവശ്യം തന്നെയാണ് എന്ന് എനിക്കും തോന്നുന്നു. എന്തായാലും മറ്റൊരു വിഷയവുമായി നമുക്ക് ഇതുപോലെ ലവ് ബൈറ്റ്സിൽ വീണ്ടും ഒന്നിക്കാം. ഇന്നെന്തായാലും സ്നേഹത്തോടെ പ്രിയനോട് പറയുക ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.